പ്രിയപ്പെട്ടവരെ, കഴക്കൂട്ടത്ത് എലിവേറ്റഡ് ഹൈവേയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. തിരുവനന്തപുരം തൃക്കണ്ണാപുരം സ്വദേശി അരുൺ ഗോപാലാണ് മരിച്ചത്. എലിവേറ്റഡ് ഹൈവേയിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പിന് പിന്നിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, സാധാരണ അവിടെ വാഹനം അങ്ങനെ എലിവേറ്റഡ് ഹൈവേയിൽ നിർത്തിയിടാറില്ല. എലിവേറ്റഡ് ഹൈവേയിലേക്ക് കയറുന്ന ഭാഗത്താണോ അതല്ല അതിന് മുകളിലാണോ? അരുൺ, ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ ഹൈവേയിലെ ടെക്നോ പാർക്കിന് ഭാഗത്തായിരുന്നു ഈ അപകടം. നിലവിൽ അറിയാൻ സാധിച്ചത് റോഡിന് മധ്യഭാഗത്ത് ഈ ജീപ്പ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ജീപ്പിനുള്ളിൽ അരുൺ ഗോപാലും സുഹൃത്ത് സുജിത്തുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഒരു കാർ ഈ ജീപ്പിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് മറിഞ്ഞാണ് ഈ 34 വയസ്സുള്ള തൃക്കണ്ണാപുരം സ്വദേശിയായിട്ടുള്ള അരുൺ ഗോപാൽ നിലവിൽ മരണപ്പെട്ടിരിക്കുന്നത്. രണ്ടുപേരെയും ഈ അപകടം നടന്ന സമയത്തിന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് അരുൺ ഗോപാൽ മരണപ്പെട്ടത്. നിലവിൽ ഗുരുതരാവസ്ഥയിൽ ഈ സുജിത്ത് ആശുപത്രിയിൽ തുടരുകയാണ്. എന്തായാലും ഈ ജീപ്പ് നിർത്തിയിട്ടിരുന്നതിൽ ചില അപാകതകളുണ്ട്. കാരണം റോഡിന്റെ മധ്യഭാഗത്താണ് ഈ ജീപ്പ് നിർത്തിയിട്ടിരുന്നു എന്നുള്ളതാണ്. ഈ ജീപ്പിൽ നിന്നും മദ്യക്കുപ്പി അടക്കമുള്ളവ കണ്ടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കഴക്കൂട്ടം പോലീസ്. എന്തായാലും ഈ നിലവിൽ ഈ അപകടത്തിൽ ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. അരുൺ, അതായത് ഈ ജീപ്പിലായിരുന്നു മരിച്ച അരുൺ ഗോപാൽ ഉണ്ടായിരുന്നത് അല്ലേ? അതെ അരുൺ, അതായത് ഈ ജീപ്പ് ഈ ടെക്നോ പാർക്കിന് സമീപമുള്ള റോഡിൽ, അതായത് എലിവേറ്റഡ് ഹൈവേക്ക് മുകളിൽ, അതായത് ആ റോഡിന്റെ മധ്യഭാഗത്താണ് ഈ ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇവർ മദ്യപിച്ചുകൊണ്ടാണോ ജീപ്പിൽ ഇരുന്നതെന്ന് വ്യക്തതയില്ല. എന്തായാലും ജീപ്പിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പി അടക്കമുള്ളവ കണ്ടെടുത്തു. മറ്റൊന്ന്, ഈ കാറ് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് ഈ കാറ് ഈ റോഡിൽ നിർത്തിയിടുന്ന ജീപ്പിലേക്ക് ഇടിക്കുന്നതും ജീപ്പ് മറിയുന്നതും. നിലവിൽ കാറിലുണ്ടായിരുന്ന കുടുംബത്തിന് മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. മറ്റ് ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ ഈ കുടുംബത്തിന് സംഭവിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു അരുൺ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാരണവശാലും ഇത്തരം ആഘോഷങ്ങൾ അരുത്. ഈ പാതയുടെ മധ്യത്തിലേക്ക് പോയി വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അടിക്കാൻ പോയിരിക്കുക, എന്നിട്ട് അവിടെ കിറങ്ങിയിരിക്കുക. പുറത്ത് വരുന്ന വാഹനങ്ങളൊക്കെ ഓടിച്ച് മനുഷ്യർക്ക് പോണ്ടേ? നമ്മളുടെ ആഘോഷങ്ങൾ മറ്റുള്ളൊരാളെ വേദനിപ്പിക്കാത്ത തരത്തിലാവണം, അത്രയേ ഉള്ളൂ.